നമസ്കാരം. ഇന്ത്യ ഏറ്റവും കൂടുതൽ അഴിമതി കഥകൾ കേട്ട കാലം 2012 അക്കാലത്ത് അധികാരത്തിലിരുന്ന UPA സർക്കാരിനെതിരെയാണ് ലക്ഷം കോടികളുടെ അഴിമതി ആരോപണങ്ങളുമായി അണ്ണാ ഹസാരെയുടെയും മറ്റും നേതൃത്വത്തിൽ ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന പേരിൽ വലിയ പ്രക്ഷോഭം നടന്നത്. 2G, കൽക്കരി, കോമൺവെൽത്ത് ഉൾപ്പെടെ കോടാനുകോടികളുടെ അഴിമതി ആരോപണങ്ങളാണ് അക്കാലത്ത് രാഷ്ട്രീയ മണ്ഡലത്തെ മുഖരിതമാക്കിയത്. ഒരു കേസിനെങ്കിലും തുമ്പുണ്ടായി കണ്ടിട്ടില്ലാത്ത, പിന്നീട് എല്ലാവരും മറന്ന അക്കാലത്തെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയല്ല ഈ വീഡിയോയുടെ ഉദ്ദേശം. അത്തരത്തിൽ അഴിമതി ആരോപണത്തിൽ മുങ്ങിയ കാലത്തിൽ നിന്ന് ഇന്ത്യ മെച്ചപ്പെട്ടോ എന്ന അന്വേഷണമാണ് ഇവിടെ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഫെബ്രുവരി 11 ലോകരാജ്യങ്ങളിലെ അഴിമതി സംബന്ധിച്ച് പുറത്തിറങ്ങിയ ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ റിപ്പോർട്ട് 2024 അഴിമതി ധാരണ സൂചികയിൽ 180 രാജ്യങ്ങളിൽ ഇന്ത്യയെ 96 സ്ഥാനത്താണ് റാങ്ക് ചെയ്തത് എന്ന് കണ്ടപ്പോഴാണ് 2012 എത്രാമത്തെ റാങ്കിലായിരുന്നു ഇന്ത്യ എന്ന കൗതുകം ഉണർന്നത്. ഇന്ത്യയുടെ മൊത്തത്തിലുള്ള സ്കോർ ഒരു പോയിന്റ് കുറഞ്ഞ് 38 എന്നുകൂടി വായിച്ചപ്പോൾ 2012 തുടർന്ന് UPA അധികാരത്തിലിരുന്ന 2 വർഷങ്ങളിലും എന്താണ് നില എന്ന് പരിശോധിക്കുകയുണ്ടായി. വൻതോതിൽ അഴിമതി ആരോപണം നേരിട്ട കാലമായതുകൊണ്ട് പട്ടികയുടെ ചുവട്ടിൽ നിന്ന് മുകളിലേക്കാണ് പരിശോധന തുടങ്ങിയത്. പക്ഷേ പരിശോധന ചെന്നു നിന്നത് 2012 13 94 സ്ഥാനത്തും 2014 85 സ്ഥാനത്തുമാണ് ഇന്ത്യ ഇടം പിടിച്ചത് എന്ന റിസൾട്ടിലാണ്. 2014 അധികാരമൊഴിഞ്ഞ UPAക്ക് ശേഷം ഭരണത്തിൽ വന്ന NDA സർക്കാർ അതിന്റെ 2 ടേം പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ 85 റാങ്കിൽ നിന്ന് 96 റാങ്കിലെത്തി നിൽക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഏറ്റവും വലിയ അഴിമതി ആരോപണം നേരിട്ട 2012 പോലും 94 സ്ഥാനത്തായിരുന്ന ഇന്ത്യ അതിൽ നിന്ന് 2 സ്ഥാനം കൂടി താഴോട്ടിറങ്ങി 96 റാങ്കിലെത്തിയ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ റിപ്പോർട്ട് പുറത്തുവിട്ടത്. 2023 22 ഇന്ത്യയുടെ മൊത്തത്തിലുള്ള സ്കോർ യഥാക്രമം 39 40 ആയിരുന്നു. 2023 ഇന്ത്യയുടെ റാങ്ക് 93 ആയിരുന്നുവെന്ന് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ടിൽ ചൈന 76 സ്ഥാനത്തും ഇന്ത്യയുടെ മറ്റ് അയൽക്കാരിൽ പാകിസ്ഥാനും ശ്രീലങ്കയും യഥാക്രമം 135 സ്ഥാനത്തും 121 സ്ഥാനത്തും ഇടം നേടി. ഏറ്റവും കുറഞ്ഞ അഴിമതിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഡെൻമാർക്ക് ഒന്നാമതെത്തി. തൊട്ടു പിന്നിൽ ഫിൻലാൻഡും സിംഗപ്പൂരും. വിദഗ്ധരും ബിസിനസ്സുകാരും പറയുന്നത് പ്രകാരം പൊതുമേഖലയിലെ അഴിമതിയുടെ നിലവാരമനുസരിച്ച് 180 രാജ്യങ്ങളെയും പ്രദേശങ്ങളെയും CPI സൂചിക റാങ്ക് ചെയ്യുന്ന രീതിയാണ് സർവേ അവലംബിക്കുന്നത്. 0 മുതൽ 100 വരെയുള്ള ഒരു സ്കെയിൽ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ 0 എന്നത് വളരെ അഴിമതി നിറഞ്ഞതും 100 എന്നത് വളരെ വൃത്തിയുള്ളതുമാണ്. അവിടെയാണ് ഇന്ത്യ 38 പോയിന്റിലേക്ക് താഴ്ന്നു നിൽക്കുന്നത്. 2024 കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് കാണിക്കുന്നത് അഴിമതി ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അപകടകരമായ ഒരു പ്രശ്നമാണെന്നാണ്. എന്നാൽ പല രാജ്യങ്ങളിലും മെച്ചപ്പെട്ട മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ സൂചനയുമുണ്ട്. എന്നാൽ ഇന്ത്യയിൽ സ്ഥിതി മറിച്ചാണ്. പൊതുമേഖലയിലെ അഴിമതിയുടെ നിലവാരം അനുസരിച്ച് CPI ലോകമെമ്പാടുമുള്ള 180 രാജ്യങ്ങളെയും പ്രദേശങ്ങളെയുമാണ് റാങ്ക് ചെയ്തത്. 2012 മുതൽ 32 രാജ്യങ്ങൾ അഴിമതിയുടെ തോത് ഗണ്യമായി കുറച്ചിട്ടുണ്ടെങ്കിലും ഇതേ കാലയളവിൽ 148 രാജ്യങ്ങൾ നിശ്ചലമായി തുടരുകയോ മോശമാവുകയോ ചെയ്തിട്ടുണ്ട്. ഇതിൽ മോശമായ രാജ്യങ്ങളുടെ ഗണത്തിലാണ് ഇന്ത്യയുടെ സ്ഥാനം. ആഗോള ശരാശരിയായ 43 മാർക്ക് വർഷങ്ങളായി നിശ്ചലമായി തുടരുന്നു. അതേസമയം 2 രാജ്യങ്ങളും 50 താഴെയാണ് സ്കോർ ചെയ്യുന്നത്. അഴിമതി ജീവിതത്തെ നശിപ്പിക്കുകയും മനുഷ്യാവകാശങ്ങളെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്ന രാജ്യങ്ങളിലാണ് കോടിക്കണക്കിന് ആളുകൾ താമസിക്കുന്നത്. ലോക ജനസംഖ്യയിൽ നിർണായക സംഭാവന നൽകുന്നതും ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയതുമായ ഇന്ത്യ 38 സ്കോർ മാത്രം നേടി 96 സ്ഥാനത്താണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യ ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന വലിയ പതനത്തെക്കുറിച്ച് അണ്ണാ ഹസാരെ അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. അറിഞ്ഞെങ്കിൽ തന്നെ ഇതുവരെ പ്രതികരിച്ചു കണ്ടിട്ടില്ല. അറിഞ്ഞിട്ടും പ്രതികരിക്കാത്തതെന്തേ എന്ന ചോദ്യം എന്തായാലും അണ്ണാ ഹസാരെയുടെ മുന്നിൽ വെക്കുന്നു. രാജ്യം കടന്നു പോകുന്ന അഴിമതിക്കാലത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ലോക്പാൽ നിയമം ഒന്നുകൂടി മുനമൂർച്ചയോടെ പാർലമെന്റിൽ പാസാക്കാനും ഡൽഹി രാംലീല മൈതാനത്ത് ഒരു നിരാഹാര സമരം നടത്താൻ ആരോഗ്യം അണ്ണാ ഹസാരെയെ അനുവദിക്കുന്നുണ്ടോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ അത് ഉടനെ വേണമെന്ന അഭ്യർത്ഥനയാണ് അങ്ങയുടെ മുന്നിൽ വെക്കാനുള്ളത്.